ഹലോ, ഗുഡ് ഈവനിംഗ്. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ റിസൾട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനും തൊട്ടു മുൻപ് CPM സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടികയായിരിക്കുന്നു. ആദ്യമായി ഇപ്പോൾ ഒരു പാർട്ടിയുടെ സമഗ്ര ചിത്രം, വിവിധ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു പാർട്ടിയുടെ സമഗ്ര ചിത്രം ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. അല്ലേ സുജയ ഉണ്ണി ബാലകൃഷ്ണൻ? അതെ, CPM ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ്. അതെ, 15 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. കരുത്തരെ ഇറക്കി തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു ശ്രമം CPIM നടത്തുന്നു എന്നുള്ളതാണ് ഈ പട്ടിക കാണുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കാരണം ആ പട്ടികയിൽ ഒരു മന്ത്രിയുണ്ട്, ഒരു പൊളിറ്റ് ബ്യൂറോ അംഗമുണ്ട്, അതെ, 3 MLA-മാർ, ഒരു മന്ത്രി, ഒരു പോളിറ്റ് ബ്യൂറോ അംഗം. അല്ലെ, അതെ, കരുത്തരെ ഇറക്കി കളം പിടിക്കാൻ 2 ജില്ലാ സെക്രട്ടറിമാർ. അതെ, അപ്പൊ തിരുവനന്തപുരത്തും അല്ലെ, കണ്ണൂർ, കാസർഗോഡും MP ബാലകൃഷ്ണൻ. അപ്പോൾ മൂന്ന് പേരുണ്ട്, 3 ജില്ലാ സെക്രട്ടറിമാരും ഇറങ്ങുന്നു. തിരുവനന്തപുരത്ത് ജോയി ഉണ്ട്, കാസർഗോഡ് MP ബാലകൃഷ്ണൻ ഉണ്ട്, ഒപ്പം കണ്ണൂരിലും MP ജയരാജനുണ്ട്. നോക്കൂ, മലപ്പുറത്ത് ഇടത് സ്വതന്ത്രനായി വരുന്നത് ആരാണ് എന്നുള്ള ഡോക്ടർ അരുണിന്റെ ചോദ്യത്തിന് ഇന്ന് ഉത്തരവായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ അതിൽ ഏറ്റവും സസ്പെൻസ് നിറഞ്ഞത് എറണാകുളത്താരായിരുന്നു. നമുക്ക് ആ സ്ഥാനാർത്ഥികളുടെ കണ്ടുപിടി തുടങ്ങാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ കാണുന്നതാണ് സ്ഥാനാർത്ഥികളുടെ പട്ടിക. CPM സ്ഥാനാർത്ഥി പട്ടികയായിരിക്കുന്നു. 15 മണ്ഡലങ്ങളിലാണ് CPM സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും സസ്പെൻസ് നിറഞ്ഞത് എറണാകുളം, പൊന്നാനി. ഒരു ടീച്ചറെ ഇറക്കുന്നു, 2 ടീച്ചർ ഇത്തവണ. അതെ, 2 ടീച്ചർ അമ്മയും മറ്റൊരു വടകരയിലെ ശൈലജ ടീച്ചർ, പിന്നെ സ്വന്തമായിട്ടുള്ള ഷൈന ടീച്ചർ. അല്ലേ, 2 ടീച്ചർ. ഷൈൻ ടീച്ചർ ഷൈൻ ചെയ്യുമോ, ഹൈബിയെ കടമുഴക്കുമോ? കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളം മണ്ഡലമാണ് എടുത്തത്. അതെ, ഹൈബി ഹീറോ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഷൈജ ടീച്ചർ മറ്റൊരു ടീച്ചറായി ഒരുപക്ഷെ സേവ്യർ അറക്കലും ഒപ്പം തന്നെ സെബാസ്റ്റ്യൻ പോളും ഒക്കെ വിജയിച്ചു പോയ എറണാകുളം മണ്ഡലത്തിൽ ഷൈജയ്ക്ക് എത്രമാത്രമാണ് സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുക? പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതെ, തീർച്ചയായും. അപ്പോൾ ഇതാണ് സ്ഥാനാർത്ഥി പട്ടിക. വളരെ വിശദമായ സ്ഥാനാർത്ഥി പട്ടികയാണ്. നമുക്കിത് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് റിപ്പോർട്ട് മെഗാ പ്രീ പോൾ സർവേ റിസൾട്ടാണ്. അല്ലേ? അതെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് 2 മണ്ഡലങ്ങൾ. ഉണ്ണി ബാലകൃഷ്ണൻ ഏറ്റവും ശ്രദ്ധേയമായ 2 മണ്ഡലങ്ങളാണ്. ഒന്ന് അങ്ങ് വടക്കുള്ള കണ്ണൂര്, 2 കോട്ടയം, മധ്യ തിരുവിതാംകൂർ. അതെ അല്ലേ? അതെ, വളരെ പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ. അതിൽ പൊളിറ്റിക്കൽ സസ്പെൻസ് ഉണ്ട് രണ്ടിടത്തും. നിശ്ചയമായും കഴിഞ്ഞ തവണ ഈ 2 മണ്ഡലങ്ങളും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വിജയിച്ച് കയറിയത് ഒരേ മുന്നണിയിൽപ്പെട്ട നേതാക്കളായിരുന്നു. പക്ഷേ അവരിന്ന് മത്സരിക്കുന്നത് 2 മുന്നണികളിലായിട്ടാണ്. അല്ലേ? അങ്ങനെ ഒരു കൗതുകവുമുണ്ട്. അതെ, അപ്പോൾ കൗതുകങ്ങൾ ഏറെ നിറഞ്ഞു നിൽക്കുന്ന, സസ്പെൻസ് നിറഞ്ഞു നിൽക്കുന്ന കണ്ണൂരും കോട്ടയവും ആണ് ഇന്ന് റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുന്നു റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ 2024. രാഷ്ട്രീയ കേരളത്തിന്റെ മനസ്സ് ചികഞ്ഞ് ദിവസങ്ങളോളം നടത്തിയ സാമ്പിൾ ശേഖരണം. 19,223 വോട്ടർമാരുടെ ഉള്ളറിഞ്ഞ സാമ്പിൾ ശേഖരണം. 28 ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, 12 ദിവസം 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ വിവരശേഖരണം. ഏറ്റവും അധികം വോട്ടർമാർ മനസ്സ് തുറന്ന സർവേ. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിൽ 51% സ്ത്രീകളും 49% പുരുഷന്മാരുമാണ്. ഹിന്ദു വിഭാഗത്തിലെ 55% പേരും 26% മുസ്ലിങ്ങളും 19% ക്രൈസ്തവരും സർവേയിൽ പങ്കാളികളായി. ജനുവരി 28 മുതൽ ഫെബ്രുവരി 8 വരെയാണ് മെഗാ പ്രീ പോൾ സർവേ നടന്നത്. റിപ്പോർട്ടർ ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ കഴിഞ്ഞ 7 ദിവസങ്ങളിലായി പരിശോധിച്ചത് 14 മണ്ഡലങ്ങളാണ്. 14 മണ്ഡലങ്ങൾ പിന്നിട്ട് കഴിയുമ്പോഴുള്ള സർവേ ഫലം LDF-ന് പ്രതീക്ഷ നൽകുന്നതാണ്, UDF-ന് ആശങ്ക കൂട്ടുന്നതാണ്. 11-3 അതാണ് ടാലി. 11-3 11-3 നിന്നും ഇത്തവണത്തെ ഇന്നത്തെ മണ്ഡലങ്ങൾ കൂടി വരുത്തുമ്പോൾ ടാലിയിൽ മാറ്റമുണ്ടാകുമോ? LDF-ന് സ്കോർ നിലവാരം ഉയർത്താൻ സാധിക്കുമോ? UDF കനത്ത വലിയ പ്രതീക്ഷയുമായി മുന്നോട്ട് പോകുന്ന UDF-ന് തങ്ങളുടെ സ്കോർ ഉയർത്താൻ കഴിയുമോ? പ്രധാനപ്പെട്ട ചോദ്യം. കണ്ണൂരും കോട്ടയവും എങ്ങനെ ചിന്തിക്കുന്നുവെന്നാണ് റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ പരിശോധിക്കുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് കണ്ണൂരിലേക്കാണ്. കണ്ണു തെറ്റിയാൽ കൈവിട്ടു പോകുമെന്ന മണ്ഡലമാണ് കണ്ണൂർ. ഓരോ തിരഞ്ഞെടുപ്പിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്ന കണ്ണൂർ. അല്ലേ? പക്ഷേ CPIM-ന്റെ നെറ്റിയിലെ തിലകക്കുറിയാണ് കണ്ണൂർ. കണ്ണൂർ എന്ന് പറഞ്ഞാൽ പാർട്ടിയില്ലാതെ എന്ത് കണ്ണൂർ എന്ന് ചോദിക്കുന്ന ആളുകൾ നിറയുന്ന ജില്ല. പക്ഷേ ആ തിലകം ഏറ്റവും കൂടുതൽ അണിഞ്ഞതാവട്ടെ കോൺഗ്രസുകാരും. 17 തിരഞ്ഞെടുപ്പുകളിൽ 7 തവണ മാത്രമാണ് ഇടതുമുന്നണിക്കൊപ്പം കണ്ണൂർ ചാഞ്ഞതെങ്കിൽ 10 തവണയും കോൺഗ്രസിനോടൊപ്പം. അല്ലേ? ഇത്തവണ കൊടിയുടെ നിറം മാറ്റുമോ കണ്ണൂർ?
വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതും KPCC പ്രസിഡന്റ് തന്നെ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുമ്പോൾ കഴിഞ്ഞ തവണത്തെ സിറ്റിംഗ് MP കെ സുധാകരനെ ഗർജിക്കുന്ന സമൂഹത്തെ കണ്ണൂർ ഇറക്കുമ്പോൾ സമൂഹം ഗർജിക്കുമോ അതോ സമൂഹം ദുർബലമാകുമോ എന്നതാണ് ചോദ്യം. നമ്മൾ ഈ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. നമ്മൾ ഈ സർവേയിലേക്ക് പോകുമ്പോൾ കെ സുധാകരൻ മത്സരിക്കാനില്ല എന്ന് തീർത്തും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഉണ്ണി ബാലകൃഷ്ണൻ. അന്ന് ജയന്തിന്റെ പേരാണ് മുഴങ്ങിക്കേട്ടത്. കെ സുധാകരൻ മത്സര രംഗത്തില്ലാതിരുന്ന ഘട്ടത്തിലാണ് ഈ സർവേ നടക്കുന്നത്. തീർച്ചയായും. അതെ, നമുക്ക് കണ്ണൂരിന്റെ രാഷ്ട്രീയ ചിത്രം ഒന്ന് പരിശോധിച്ചു വരാം. കണ്ണൂർ എങ്ങനെയായിരുന്നു ഇതുവരെ? കണ്ണൂര് പോലെ രാഷ്ട്രീയം ഇത്രമേൽ തിളച്ചുമറിയുന്നൊരു ജില്ല കേരളത്തിലില്ല. ശക്തവും തീവ്രവുമായ രാഷ്ട്രീയം പേറുന്ന മണ്ണ്, എണ്ണിയാൽ ഒടുങ്ങാത്ത സമരങ്ങളും പോരാട്ടങ്ങളും പേറുന്ന ചരിത്രം. ആ സമരവീഥികളിലാണ് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും വളർച്ചയും. ചുവപ്പുകോട്ടയെന്ന വിശേഷണമുണ്ടെങ്കിലും കോൺഗ്രസിനും ലീഗിനുമുള്ള സ്വാധീനവും ശക്തമാണ്. കണ്ണൂരിന്റെ ശബ്ദം ആദ്യമായി പാർലമെന്റിൽ മുഴങ്ങുന്നത് 1952 AKGയിലൂടെയാണ്. അടുത്ത തിരഞ്ഞെടുപ്പോടെ പുനർനിർണയത്തിൽ മണ്ഡലം തലശ്ശേരിയായി. 1977 തലശ്ശേരി പോയി വീണ്ടും കണ്ണൂർ തിരിച്ചു വന്നത്. അന്ന് കോൺഗ്രസ് മുന്നണിയിലായിരുന്ന CPIയിലെ CK ചന്ദ്രപ്പൻ CPIഎമ്മിലെ O ഭരതനെ തോൽപ്പിച്ചു. കോൺഗ്രസ് രണ്ടായി മത്സരിച്ച 1980 കോൺഗ്രസ് യു സ്ഥാനാർത്ഥി K കുഞ്ഞമ്പുവിനെ വിജയിപ്പിച്ച് ഇടതുമുന്നണിയുടെ മധുര പ്രതികാരം. 1984 മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വരവോടെ കോൺഗ്രസ് നേടിയ മണ്ഡലം 1998 വരെ ഒപ്പം നിന്നു. 1999 മുല്ലപ്പള്ളിയെ അട്ടിമറിച്ച് CPIയുടെ AP അബ്ദുള്ളക്കുട്ടി അത്ഭുതക്കുട്ടിയായി. 2004 അബ്ദുള്ളക്കുട്ടി കണ്ണൂർ MPയായി. 2009 അബ്ദുള്ളക്കുട്ടിയും മണ്ഡലവും മറുകണ്ഠം ചാടി. KK രാഗേഷിനെ പരാജയപ്പെടുത്തി കെ സുധാകരൻ പാർലമെന്റിലെത്തി. 2014 PK ശ്രീമതിയിലൂടെ മണ്ഡലം ഇടത്തോട്ടു മാറി. 2019 വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് സുധാകരന്റെ തിരിച്ചുവരവാണ് കണ്ണൂർ കണ്ടത്. ക്രൈസ്തവ വോട്ടുകൾ ഭൂരിഭാഗവും കാലാകാലങ്ങളായി UDFിനൊപ്പമാണ്. മുസ്ലിം വോട്ടുകളിൽ ചോർച്ചയുണ്ടാകില്ലെന്ന പ്രതീക്ഷയുമുണ്ട് കോൺഗ്രസിന്. കെ സുധാകരൻ മാറിയാൽ അതിനൊത്തൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തലാണ് UDFിന് ആദ്യ വെല്ലുവിളി. അഭിമാന പോരാട്ടമായതിനാൽ UDFിന് വീറും വാശിയും ഏറെയാണ്. അത്രമാത്രം വെറുക്കപ്പെട്ട ഒരു ഗവൺമെന്റായി കേരളത്തിലെ ഗവൺമെന്റും കേന്ദ്രത്തിലെ ഗവൺമെന്റും മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിന്റെ MPയുടെ ആ ഇടപെടലുകൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വികസന രംഗത്ത് കണ്ണൂരിൽ കൊണ്ടുവരുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളൊരു സത്യം. തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനാണ് മേൽക്കൈ. മണ്ഡല രൂപീകരണത്തിന് ശേഷം CPIഎമ്മിനെ മാത്രം വിജയിപ്പിച്ച മണ്ഡലങ്ങളുമുണ്ട് കണ്ണൂരിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിയുറച്ച കോട്ടകൾ ഇരിക്കൂർ, പേരാവൂർ എന്നീ UDF കോട്ടകളിൽ നേടുന്ന ലീഡ് മട്ടന്നൂർ, ധർമ്മടം, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലൂടെ മറികടക്കാമെന്ന് LDF കണക്കുകൂട്ടുന്നു. അഴീക്കോടും കണ്ണൂരും നേടുന്ന ലീഡ് വിജയത്തിൽ നിർണായകവുമാകും. ഇത്തവണ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പ്. LDF സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് സ്വീകാര്യമാണ്. വിശ്വാസ്യത നേടിയെടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇടതുപക്ഷം നല്ല ആത്മവിശ്വാസത്തിലാണ്. കെ സുധാകരൻ ആയാലും ശരി, മറ്റു വ്യക്തികളായാലും ശരി, കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ വിജയം സുനിശ്ചിതമാണ്. LDFും UDFും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്ന മണ്ഡലത്തിൽ ചുവടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് BJP. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായി NDAയുടെ വോട്ട് ഷെയർ ഈ നിയോജകമണ്ഡലത്തിൽ വർദ്ധിപ്പിക്കുക മാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷക്കാലമായി കണ്ണൂർ പാർലമെന്റിൽ ജയിച്ചു വരുന്ന ഈ 2 വിഭാഗത്തിലെ MPമാരും കണ്ണൂരിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രസക്തമായി തീരും. അത് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. സാമുദായിക സമവാക്യങ്ങൾക്കൊപ്പം പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും വിലയിരുത്തി മുന്നണികൾ കച്ചമുറുക്കുമ്പോൾ കണ്ണൂരിൽ പോരാട്ടം കടുക്കുമെന്നുറപ്പ്. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. കണ്ണൂരിന്റെ രാഷ്ട്രീയ ചിത്രം കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയായിരുന്നു എന്നത് നമുക്കൊന്ന് നോക്കാം. ഫോട്ടോഗ്രാഫ് കണ്ണൂരിന്റെ പരിശോധിക്കുമ്പോൾ എന്താണ് കണ്ണൂരിന്റെ രാഷ്ട്രീയം നമ്മളോട് പറയുന്നത്? ഈ ഫോട്ടോഗ്രാഫിൽ നിന്ന് രാഷ്ട്രീയം വായിച്ചെടുക്കാൻ കഴിയുമോ? മാറി മറിയുന്ന രാഷ്ട്രീയമാണ് കണ്ണൂരിൻ്റെത്. നോക്കൂ, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് 44.79% കിട്ടുന്നതെന്ന് PK ശ്രീമതി ടീച്ചർ ഈ കെ സുധാകരനെ പരാജയപ്പെടുത്തുന്നത് നേരിയ വോട്ടുകൾക്കാണ്. 1% വോട്ടിന്റെ താഴെ മാത്രം വ്യത്യാസത്തിലാണ്. നേരിയ വ്യത്യാസമാണ്. അന്ന് ഇഞ്ചോടിഞ്ച് പോരാട്ടം
പോരാട്ടമാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതെങ്കിൽ 2019 കേരളം മുഴുവൻ UDF തരംഗം ആഞ്ഞു വീശുമ്പോൾ രാഹുൽ തരംഗത്തിൽ കെ സുധാകരൻ 50% മുകളിൽ മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ പകുതിയിലധികവും നേടിയാണ് കെ സുധാകരൻ പാർലമെന്റിലേക്ക് എത്തുന്നത്. 50.27 വോട്ട് വിഹിതം. വോട്ടിന്റെ ഗ്യാപ്പ് നോക്കൂ, ഏകദേശം 8% 9% ഗ്യാപ്പ് 9% ഗ്യാപ്പ് ഏതാണ്ട് 95,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ഓൾമോസ്റ്റ് 1 lakh. ഓൾമോസ്റ്റ് 1 lakh എന്ന് പറഞ്ഞാൽ 2019 1 ലക്ഷം വോട്ടിന്റെ ഓളം ഭൂരിപക്ഷം നേടിയ കെ സുധാകരന് പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആ മണ്ഡലം നിലനിർത്താൻ കഴിയുന്നില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ തരംഗത്തിൽ ആടിയുലയുമ്പോൾ UDFന്റെ വോട്ട് വിഹിതം 50-ൽ നിന്ന് 12% കുറഞ്ഞ് 38.64 ആവുന്നു. അതേസമയം 41-ൽ കിടന്നിരുന്ന LDF ആവട്ടെ രണ്ടാം പിണറായി തരംഗത്തിൽ 50%-ലേക്ക് ഉയരുന്നതായിട്ട് കാണാം നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താൽ. ചോദ്യം ഇതാണ്, 2014 തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമാണോ, അതല്ല 2019 നേടിയ വലിയ തരംഗമാണോ, അതല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ തരംഗമാണോ ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടായി മാറാൻ സാധ്യതയുള്ളത് എന്ന്? അരുണ, കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ CPM-നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് 3 കാരണങ്ങളാൽ. ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമാണത്. 2, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദന്റെ മണ്ഡലമാണത്. 3, LDF കൺവീനറായ EP ജയരാജന്റെ മണ്ഡലമാണിത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന കണ്ണൂരിലെ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് 7 നിയമസഭാ മണ്ഡലങ്ങൾ. ആ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 നിയമസഭാ മണ്ഡലങ്ങളും LDF-നൊപ്പമാണ്. 2 മാത്രമാണ് UDF-ന്റെ കയ്യിലുള്ളത്, ഇരിക്കൂറും പേരാവൂർ. മട്ടന്നൂരിലെ മുട്ടൻ ഭൂരിപക്ഷം ഇരിക്കൂരിൽ ഇരിക്കുമോ എന്നതാണ് അറിയേണ്ടത്. അതായത് 60,000-ന് മേൽ വോട്ടിന്റെ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് ശൈലജ ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ജയിക്കുന്നത്, മട്ടന്നൂരിൽ ജയിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണത്. ആ 60,000 വോട്ടും മറ്റു മണ്ഡലങ്ങളിലെ ചില്ലറ വോട്ടും കൂടി കിട്ടിയാൽ വലിയ അത്ഭുതം ഒന്നുമില്ലാതെ തന്നെ LDF-ന് ജയിക്കാവുന്ന ആശയക്കുഴപ്പം കൂടിയുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ 2014 ആയാലും 19 ആയാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് ഈ സമയമാകുമ്പോൾ ഉറപ്പായിരുന്നു. പക്ഷേ ഇവിടെ കെ സുധാകരൻ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ഒടുവിൽ സീറ്റ് നിലനിർത്തണമെങ്കിൽ സുധാകരൻ വന്നേ പറ്റൂ എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സർവേ നടക്കുമ്പോൾ പക്ഷേ സുധാകരൻ ജയന്തിന്റെ പേരാണ് നമ്മൾ കേട്ടിരുന്നത്. അതെ, ഈ മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം വളരെ കൗതുകകരമാണ്. SK പൊറ്റക്കാടിനെ പോലെ ഒരു സാഹിത്യകാരൻ മത്സരിച്ച മണ്ഡലമാണ്. AKG മുതൽ ഇങ്ങോട്ട് തുടങ്ങുമ്പോൾ അപ്പോൾ SK പൊറ്റക്കാടിനെ ആദ്യം പരാജയപ്പെടുത്തിയ മണ്ഡലമാണ്. പക്ഷെ തൊട്ടടുത്ത വർഷം SK പൊറ്റക്കാട് 58% വോട്ടിന്റെ പിൻബലത്തിലാണ് പാർലമെന്റിൽ എത്തുന്നത്. ഈ മണ്ഡലത്തിൽ ഒരുപക്ഷെ ഏറ്റവും ഉയർന്ന വോട്ട് വിഹിതം സ്വന്തമാക്കിയത് പാട്ടിം ഗോപാലനാണ്, 61% എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ വ്യക്തമാണ്. എപ്പോഴൊക്കെ LDF-ന് മേൽക്കൈ നേടാൻ സാധിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം 48% മുകളിലേക്ക് വോട്ട്. പക്ഷേ അവിടെ വളരെ കൗതുകകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് 5 തവണ തുടർച്ചയായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണത്. പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ 1984 മുതൽ 98 വരെ നടന്ന 5 തിരഞ്ഞെടുപ്പുകൾ, 84 to 98 5 തിരഞ്ഞെടുപ്പുകളിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി, ഒരേ പാർട്ടി തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ വിജയിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിനുശേഷമാണ് PK ശ്രീമതി ടീച്ചർ ആണെങ്കിലും അബ്ദുള്ളക്കുട്ടി ആണെങ്കിലും ശരി, അതിനുശേഷം പാർലമെന്റിലേക്ക് LDF കൊട്ടില്ല. പക്ഷേ ഇത്തവണ MV ജയരാജന് എത്താൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. കഴിഞ്ഞ തവണ PK ശ്രീമതി മത്സരിക്കുന്ന സമയത്ത് വലിയ പ്രതീക്ഷ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. വലിയ തരംഗമാഞ്ഞടിക്കുകയായിരുന്നു. വലിയ ഡിഫറൻസിനാണ് 9% 1 ലക്ഷം വോട്ട് പരാജയപ്പെടുന്നത്. പക്ഷേ തോറ്റയാൾ തിരിച്ചു വരുന്ന വലിയ ഭൂരിപക്ഷമാണെന്ന് നമ്മൾ കാണും. നോക്കാം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലെ എന്താണ് സൂചനകൾ. നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുന്നു. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ. ആദ്യ ചോദ്യം സുജയ, കണ്ണൂരുകാർക്ക് കണ്ണൂരിന്റെ MP അറിയാമോ? കെ സുധാകരൻ മണ്ഡലത്തിൽ എത്രത്തോളം പരിചിതരാണ്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പ്രത്യേക താളത്തിൽ ചോദിക്കണം. അറിയാമോ, നിങ്ങളുടെ MP അറിയാമോ, അല്ലേ? ആ MP അറിയാമോ എന്ന ചോദ്യത്തിന് കെ സുധാകരനെ അറിയാമെന്ന് പറഞ്ഞവരുടെ നമ്പർ വരുന്നു. കെ സുധാകരനെ അറിയാമെന്ന് പറഞ്ഞത് 98.4. അങ്ങനെ അറിഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. 98.4 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാമെന്ന് തന്നെയാണ്. കണ്ണൂരിലെ കുഞ്ഞുങ്ങൾക്കടക്കം കെ സുധാകരന്റെ പേരറിയാം, അല്ലേ? കെ സുധാകരൻ അത്രമേൽ പോപ്പുലർ ആണ്. ഒരുപക്ഷെ ഈ ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ അറിയാമെന്ന് ഉത്തരം നൽകിയ നേതാക്കളിൽ ഒരാളാണ് കെ സുധാകരൻ. ഏറ്റവും പോപ്പുലറായ, മണ്ഡലത്തിൽ ഏറ്റവും പോപ്പുലറായ നേതാവാണ്. സ്വാഭാവികമാണ്, പാർട്ടിയുടെ KPCC പ്രസിഡന്റാണ്. ആ അർത്ഥത്തിൽ മാത്രമല്ല കെ സുധാകരൻ കണ്ണൂരാണ്. പിന്നെ കണ്ണൂർ എന്ന് പറഞ്ഞാൽ കെ സുധാകരനാണ്. പക്ഷേ പേരറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല, കഴിഞ്ഞ 5 വർഷം പെർഫോം ചെയ്തോ എന്ന് കൂടി അറിയണം. പേരിനൊപ്പം പെർഫോമൻസ് ഉണ്ടോ എന്നതാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് എത്തുന്നു. പേരിനൊപ്പം പെർഫോമൻസ് ഉണ്ടോ? നിങ്ങളുടെ MP-യുടെ പെർഫോമൻസ് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നു. ദ ആൻസർ ഓൺ സ്ക്രീൻ. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ. കണ്ണൂരിന്റെ MP-യുടെ പ്രകടനം, കെ സുധാകരൻ MP എന്ന നിലയിലുള്ള പ്രകടനം എങ്ങനെയായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം. ആൻസർ മികച്ചത് 3.7, 13.7 രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 17.4.
17.4. ശരാശരിക്കാണ് കൂടുതൽ. ശരാശരി 52.1. മോശമെന്ന് പറയുന്നവരുടെ പട്ടിക കൂടി നോക്കൂ. മോശമെന്ന് പറയുന്നത് 29. അതായത് 29. നോക്കൂ, 28.9% ആളുകൾ. അതായത് 17% ആളുകൾ നല്ലത് എന്ന് പറയുമ്പോൾ 12% ഡിഫറൻസ് ആണ് അല്ലെ? അതെ, 29% മോശമെന്ന് പറയുന്നത്. അതായത് കെ സുധാകരൻ മണ്ഡലത്തിൽ പോപ്പുലർ ആണ്, MP എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ MPയുടെ പെർഫോമൻസിനെ കുറിച്ച് മോശം അഭിപ്രായമാണ് കൂടുതൽ ആളുകളും പങ്കുവച്ചിരിക്കുന്നത്. അതായത് KPCC പ്രസിഡന്റ് എന്ന നിലയിലുള്ള സംഘടനാ ചുമതല നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം കെ സുധാകരനിൽ വന്നതിനെ തുടർന്ന് MP എന്ന നിലയിൽ മണ്ഡലത്തെ വേണ്ടത്ര ശ്രദ്ധിച്ചു കാണാൻ സാധ്യതയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് അത് അദ്ദേഹവും തിരിച്ചറിയുന്നുണ്ടാകണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം KPCC പ്രസിഡന്റ് എന്ന നിലയിൽ പൂർണ്ണമായും അതിലേക്ക്, ആ ചുമതലയിലേക്ക്, വലിയ ഉത്തരവാദിത്തമാണ്. 2 തവണയായി ഭരണം പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മണ്ഡലത്തിൽ മാത്രമായി നിൽക്കാൻ കഴിയില്ല. അതെ, അങ്ങനെയെങ്കിൽ ഒരു MP-ക്കെതിരെയുള്ള ഒരു നേരിയ വിരുദ്ധ വികാരം അവിടെയുണ്ട്. ആ വികാരം ശക്തമാണോ എന്നറിയാൻ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകണം. ഓക്കെ, അങ്ങനെ ഏതാണ് വോട്ടറുടെ മനസ്സ്? എന്തിലാണ് വോട്ടറുടെ മനസ്സ് വോട്ട് ചെയ്യുമ്പോൾ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതെ, ഏത് വിഷയം നോക്കിയാണ് കണ്ണൂരുകാർ വോട്ട് ചെയ്യാൻ പോകുന്നത്? നോക്കൂ, സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിന് കണ്ണൂരുകാർ 23.3% അത് പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നു. അതെ, ഏകദേശം 1/4% ആളുകൾ, 23% ആളുകൾ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിന് പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ കണ്ണൂരിൽ അയോധ്യ ക്ഷേത്ര നിർമ്മാണം 1% വികസന പ്രവർത്തനങ്ങൾ നോക്കൂ. MP-യുടെ പെർഫോമൻസ് വിലയിരുത്തുന്നത് വികസന പ്രവർത്തനങ്ങളിലാണ്. അവിടെ 41.3% ആളുകൾ അവരുടെ പ്രയോറിറ്റിയായി തീരുമാനിച്ചിരിക്കുന്നത് വികസന പ്രവർത്തനങ്ങളാണ് എങ്കിൽ ആ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ പോരാ എന്ന അഭിപ്രായമാണ് കെ സുധാകരനെ കുറിച്ചുള്ളത് എങ്കിൽ കെ സുധാകരന് വറി ചെയ്യേണ്ട ഒരു അപകട സൂചനയാണ്. എന്നാൽ അതേസമയം അഴിമതി 7% മാത്രമേ ഉള്ളൂ. വിലക്കയറ്റം 11.8% സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരമായി കണക്കാക്കാം. തൊഴിലില്ലായ്മ, അതിലും ഒരു MP എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. രാജ്യസുരക്ഷയ്ക്ക് 4.6%, അറിയില്ല 0.6% എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. പോപ്പുലർ ആണ് MP, പക്ഷേ MP വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലോ മണ്ഡലത്തിന്റെ കാര്യത്തിലോ അത്ര പോപ്പുലർ അല്ല. മാത്രമല്ല വികസന പ്രവർത്തനമാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി തെരഞ്ഞെടുപ്പിൽ ആ ജനത കാണുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു വറീസം ഫാക്ടറാണ് ഫോർ കെ സുധാകരൻ. കണ്ണൂരിൽ കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ CPM-ന്റെയും ബലാബലം പരിശോധിക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ വലിയ BJP-ക്ക് ഇല്ലാത്ത മണ്ഡലമാണ്. 10 താഴെ ശതമാനം മാത്രമാണ് BJP-ക്ക് സ്വാധീനമില്ലാത്ത ഇടങ്ങളിലും നരേന്ദ്രമോദിക്ക് സ്വാധീനമുണ്ടായാണ്. അതാണ് അടുത്ത ചോദ്യത്തിൽ നമ്മൾ ചോദിക്കാൻ പോകുന്നത്. കണ്ണൂർ മണ്ഡലത്തിലെ വോട്ടർമാരോട് ചോദിക്കുന്നു, ആരായിരിക്കണം നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എത്തേണ്ടത്? ഉത്തരം പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ളയാൾ എന്ന രീതിയിലുമാകാം, അവർക്ക് ആഗ്രഹമുള്ള രീതിയിലുമാകാം. ഉത്തരമെത്തുന്നു, ആരായിരിക്കണം അടുത്ത പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് കണ്ണൂരിലെ വോട്ടർമാർ. രാഹുൽ ഗാന്ധി, സുജയ 41.9%, 41.9%. രാഹുൽ ഗാന്ധി തന്നെയാണ് കണ്ണൂരിന്റെ ചോയ്സ്. 42% ആളുകളും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് ആഗ്രഹിക്കുമ്പോൾ നരേന്ദ്രമോദി ആകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരാണ്? 34% എന്ന് പറയുമ്പോൾ 8% വ്യത്യാസം. കണ്ണൂര് അതത്ര അത്ഭുതകരമൊന്നുമല്ല. പക്ഷേ ഈ 34%വും 42% തമ്മിൽ 8% വ്യത്യാസമേ ഉള്ളൂ എങ്കിലും അവിടെ ഒരു BJP മനസ്സുകൂടി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു അതിനെ രണ്ടായി കാണുന്നു. ഒന്ന്, വികസനത്തിന് 41% ആളുകൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മണ്ഡലത്തിൽ നരേന്ദ്രമോദി ഒരു വികസനത്തിന്റെ പ്രതീക്ഷയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നതാകാം ഒരുപക്ഷെ. ആ രീതിയിൽ ഒരു വികസനത്തിന്റെ നായകൻ എന്ന രീതിയിൽ, അഴിമതി ഏറ്റവും കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന നിലയിൽ, സിസ്റ്റമാറ്റിക് കറപ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ സൈദ്ധാന്തികമായ ചർച്ചകളാണെങ്കിലും വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിൽക്കുന്നത് നരേന്ദ്രമോദി എന്നൊരു പൊളിറ്റിക്കൽ ഇമേജാണ്. അത് പാർട്ടിയുടെ വോട്ടിനേക്കാൾ മോദിയുടെ വോട്ടാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, എങ്ങനെയുണ്ട് പെർഫോമൻസ്? നരേന്ദ്രമോദി സർക്കാരിന്റെ പെർഫോമൻസ് അത് കണ്ണൂരുകാർ എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത്? മികച്ചതാണോ അതോ മോശമാണോ? കണ്ണൂരിന്റെ റേറ്റിംഗ് അത് ഞെട്ടിക്കുന്ന ഒരു റേറ്റിംഗ് ആണ്. ഞെട്ടരുത് സർ. അതെ, വളരെ മികച്ചത് എന്ന് 16 പോയിന്റ്. ഞാനതിൽ ഞെട്ടിയില്ല ഉണ്ണി ബാലകൃഷ്ണൻ. കാരണം 41% ആളുകൾ മികച്ചത്, ഡെവലപ്മെന്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മണ്ഡലത്തിൽ നരേന്ദ്രമോദിയുടെ കമ്മ്യൂണിക്കേഷൻ അഥവാ സിസ്റ്റത്തിന്റെ കമ്മ്യൂണിക്കേഷൻ കണ്ണൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഫലം കണ്ടിട്ടുണ്ട്. പക്ഷേ കണ്ണൂര് വളരെ പൊളിറ്റിക്കലായ ഒരു സ്ഥലമാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുമ്പോൾ തന്നെ അതിനൊക്കെ ഉപരിയായിട്ട് മതേതരത്വം, ജനാധിപത്യം, അല്ലെ, ഈ പറയുന്ന തുല്യത, ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾക്ക് വലിയ വേരോട്ടമുള്ളൊരു മണ്ണാണ് കണ്ണൂര്. അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന വികസന പ്രവർത്തനത്തിന്റെ പേരിൽ മോഡി അംഗീകരിക്കുക, വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ കേന്ദ്ര സർക്കാരിനെ അംഗീകരിക്കുക, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് പിന്നെ കണ്ണൂരുകാർക്കുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ റിസൾട്ട് അത്ഭുതപ്പെടുന്നതാണ്. റിസൾട്ട് പക്ഷേ 26% ആളുകൾ അത് മോശമാണ് എന്ന് പറയുമ്പോൾ 37.2% ആളുകൾ
കേന്ദ്ര സർക്കാർ മെച്ചപ്പെട്ടതാണ്. അല്ല, ഒന്നും കണക്ക് നമുക്കൊന്ന് നോക്കാം. ഇല്ലില്ല, ആ കണക്ക് ഇങ്ങനെയാണ്. വളരെ തിരിച്ചാണ് 26%. അതെ, അതെ. 16.5 വളരെ മികച്ചത് 9.6. രണ്ടും കൂടി നോക്കിയാൽ 26 മാത്രമേ ഉള്ളൂ. എന്നാൽ മോശം എന്ന് പറയുന്നവരാണ് കൂടുതൽ. 37.2. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ നോക്കൂ, അപ്പോൾ കണക്ക് വളരെ ക്ലിയർ ആണ്. കണ്ണൂർ പൊളിറ്റിക്കലായിട്ടാണ് ആലോചിക്കുന്നത്. പക്ഷേ 25% ആളുകൾക്ക് മോദിയുടെ ഭരണം ഓക്കെ, കുഴപ്പമില്ല എന്ന അഭിപ്രായം കണ്ണൂരിലുണ്ട്, ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ മോദിക്ക് 32% കിട്ടുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക്. അതേപോലെ തന്നെ ആ കേന്ദ്ര സർക്കാർ മികച്ചതാണെന്ന് കരുതുന്ന 26% പേരുണ്ടാകുന്നു. അപ്പൊ നിശ്ചയമായും അവിടെ ഒരു BJPക്കുള്ള ശക്തി കൂടി അത് തെളിയിക്കുന്നുണ്ട്. അതെ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിച്ഛായ, ആ പ്രതിച്ഛായക്ക് കണ്ണൂരും ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. അത് എവിടെയാണ് അത് നമ്മൾ നോക്കേണ്ട കാര്യം? 10% മാത്രം താഴെ മാത്രമാണ് ഇതുവരെ അവിടെ NDAക്ക് അല്ലെങ്കിൽ BJPക്ക് കിട്ടിയിട്ടുള്ള വോട്ട് വീതം. 2014, 19, 21 എല്ലാം 10-ൽ താഴെയാണ്. അവിടെയാണ് ഈ കടന്നുകയറ്റം ഉണ്ടാകുന്നത്. കൂടുതൽ ആളുകളിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നത് ഒരുപക്ഷെ ഇത്തവണ വോട്ടായില്ലെങ്കിലും അടുത്ത നിയമസഭയിൽ അത് അവിടെ ഒരു മണ്ണ് ഇളകി തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു മനസ്സ് ഇളകി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് BJPക്കൊപ്പം പോകണമെങ്കിൽ മറ്റനേകം ഘടകങ്ങൾ അതിന് കൂടെ ഒരുമിച്ച് വരേണ്ടതുണ്ട്. അവർക്കൊരു സ്ട്രോങ് ഡെവലപ്ഡ് ആയിരിക്കുന്ന ഒരു കാര്യം നോക്കൂ. അടിസ്ഥാനമായി കോൺഗ്രസും BJPയും തമ്മിൽ സാമ്പത്തിക നയത്തിൽ, ഇപ്പോൾ CPM തമ്മിൽ സാമ്പത്തിക നയത്തിൽ വ്യത്യാസമില്ല എന്ന നിലപാടിലെത്തിയിരിക്കുന്നു ഭൂരിപക്ഷം ആളുകളും. എല്ലാവരും വികസനം, കോർപ്പറേറ്റിസം ഒക്കെ അംഗീകരിക്കുന്ന അവസ്ഥയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലൂടെ പോയാൽ കുറച്ചുകൂടി വ്യക്തമായ ഒരു പൊളിറ്റിക്കൽ ഹോം ടർഫിൽ സർക്കാരിനെ വിലയിരുത്തുന്നു. പിണറായി സർക്കാർ, പിണറായിയുടെ സ്വന്തം മണ്ഡലമുള്ള ലോക്സഭാ മണ്ഡലത്തിൽ പിണറായി വോട്ട് എഴുതുന്ന അതേ ലോക്സഭാ മണ്ഡലത്തിൽ പിണറായി സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തൽ നോക്കൂ. വളരെ മികച്ചത് എന്ന് അഭിപ്രായപ്പെട്ടത് എത്ര ശതമാനം? വളരെ മികച്ചത് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് 8% മാത്രമാണ്. മികച്ചത് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് 16.3%. 24.3% മാത്രമാണ് പിണറായി സർക്കാർ. ഞെട്ടാൻ തയ്യാറായിക്കോളൂ. മോശം നോക്കൂ, മോശം, വളരെ മോശം. 43.6%. 41.3%. അല്ല, മോശം എന്ന് പറയുന്നത് 9.2%. 43.6% മോശം എന്ന് പറയുമ്പോൾ അത് കണ്ണൂരിൽ നിന്നാണെന്ന് ഓർക്കണം. അവിടെ ആന്റി ഇൻകംബൻസി ഉണ്ട്. സ്റ്റേറ്റിനെതിരായിട്ടുള്ള ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട്. സ്റ്റേറ്റിനെതിരെയും ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട്. അപ്പം അത് സുധാകരനാണ്. പക്ഷെ അത് എങ്ങനെ വർക്ക് ചെയ്യും നമുക്ക് നോക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നോക്കൂ, അത് ആന്റി ഇൻകംബൻസിയാണ് എല്ലാ മണ്ഡലങ്ങളിലും. സ്റ്റേറ്റിനെതിരെ ആന്റി ഇൻകംബൻസി, ഒപ്പം തന്നെ കേന്ദ്രത്തിനെതിരെ ആന്റി ഇൻകംബൻസി, MPക്കെതിരെയും ആന്റി ഇൻകംബൻസി. അതായത് കണ്ണൂരുകാർ ഒരു അസംതൃപ്തി വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം അവർ ഉദ്ദേശിച്ച രീതിയിൽ പെർഫോമൻസ് വരുന്നില്ല. അതിനവർ കൊടുക്കുന്ന ഒരു മാർക്ക് മാത്രമാണ്. അതിന്റെ അർത്ഥം LDFനെ അല്ലെങ്കിൽ CPIMനെ തള്ളിക്കളഞ്ഞു എന്നല്ല. ഒറ്റ വാചകത്തിൽ പറയാം, കണ്ണൂരുകാർ അസ്വസ്ഥരാണ്. ഞങ്ങൾ അസ്വസ്ഥരാണ് സർ. അങ്ങനെയാണെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനം എങ്ങനെ വിലയിരുത്തുന്നു? ഈ കണക്കാണ് വരുന്നതെങ്കിൽ അതിൽ പിണറായി സർക്കാരിന്റെ രണ്ടാം ടൈമിന് കുറഞ്ഞ മാർക്കായിരിക്കും. നോക്കാം ഓൺ സ്ക്രീൻ. മെച്ചപ്പെട്ടു എന്ന് 11.5, ഒരുപോലെ 25.4, മോശമായി 62.9. 63% ആളുകൾ ഈ രണ്ടാം പിണറായി സർക്കാരിനെതിരാണ്. പക്ഷേ അതായത് 47% ആളുകൾ ഒന്നുകിൽ ശരാശരി കുഴപ്പമില്ല എന്നോ അല്ലെങ്കിൽ മെച്ചപ്പെട്ടു എന്നോ പറയുന്നവരാണ്. പക്ഷേ വളരെ പ്രധാനമാണ്, മോശമായി എന്ന് പറയുന്നത് 63% ഒപ്പം തന്നെ ഈ പറയുന്ന നേരത്തെ നമ്മൾ കണ്ട 43.6% ആളുകൾ ഈ പിണറായി സർക്കാരിനെതിരായിട്ടാണ്. അപ്പം രണ്ട് ചോദ്യങ്ങൾക്കും ഏറെക്കുറെ സമാനമായ അങ്ങനെയെങ്കിൽ പ്രതിപക്ഷത്തിനെ കൂടി, അതായത് കെ സുധാകരന് ഇത് കണ്ട് ആശ്വസിക്കാൻ പറ്റുമോ എന്നറിയട്ടെ. പിണറായി സർക്കാർ മോശമാണ്, 1ഉം 2ഉം കമ്പാരിസണിലും അവർക്ക് മോശം മാർക്ക് കിട്ടുന്നു. അങ്ങനെ ആശ്വസിച്ചിരിക്കുമ്പോൾ വരുന്നു ചോദ്യം, പ്രതിപക്ഷത്തിന്റെ പ്രകടനം എങ്ങനെ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷത്തെ നയിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പൊ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. MP എന്ന നിലയിൽ ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട്, പ്രകടനം പോരാ. ഇനി പ്രതിപക്ഷത്തിന്റെ അമരക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്കുള്ള പ്രകടനത്തെ എങ്ങനെയാണ് കണ്ണൂർ മണ്ഡലം വിലയിരുത്തുന്നത്? നോക്കാം. എങ്ങനെയുണ്ട് പ്രതിപക്ഷം എന്ന ചോദ്യത്തിന് കണ്ണൂർ പറയുന്നു വളരെ മികച്ചത് എന്നത് 1.2%, മികച്ചത് എന്നത് 7.6%. കണ്ണൂരുകാർ വളരെ വളരെ താഴെ. പക്ഷേ മോശമെന്ന് പറയുന്നവരുടെ സംഖ്യ നോക്കൂ, 55.6%. ഇത് ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാർ മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പ്രതിപക്ഷത്തെ അല്ല ഞങ്ങൾ ആഗ്രഹിച്ചത്. ഇതിൽ പ്രതിപക്ഷം വേണം. നിശ്ചയമായും ഒരിക്കലും പ്രതിപക്ഷത്തെ ആരും റേറ്റ് ചെയ്യുന്നില്ലല്ലോ. എപ്പോഴും നമ്മൾ ഒരു ഭരണത്തിലിരിക്കുന്ന പാർട്ടിയെയോ മുന്നണിയെയോ ആണ് റേറ്റ് ചെയ്യുക. അവരോടുള്ള എതിർപ്പ് ശക്തമാണെങ്കിൽ
അതിനൊത്തുയരുന്നില്ല എന്ന് പ്രതിപക്ഷം തോന്നിയാൽ നോക്കൂ, പ്രതിപക്ഷത്തിനെതിരായിട്ട് കണ്ണൂരിൽ വോട്ടുണ്ടാവും. അഭിപ്രായപ്പെടാനുള്ള സ്വാഭാവികം. പ്രധാനപ്പെട്ട ഒരു കാരണം ഈ നവകേരള സദസ്സിനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോഴൊക്കെ ആരംഭത്തിലൊക്കെ ഒരു തണുത്ത പ്രതികരണമായിരുന്നു. തല്ല് കിട്ടി തുടങ്ങിയപ്പോഴാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം വിലയിരുത്തിയതാണ്, തല്ല് കിട്ടി തുടങ്ങിയപ്പോഴാണ് പ്രതിപക്ഷം ഉണർന്നത്. ജനം ആഗ്രഹിച്ചത് എന്താണ്? സർക്കാർ പറയുന്നതിന് കൗണ്ടർ അപ്പോൾ കൊടുക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, നമ്മളിത് ചർച്ച ചെയ്ത സമരത്തിലും സമരാഗ്നി നടക്കുന്നുണ്ട് എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം. അപ്പോൾ സമരാഗ്നി പോലും ആ അർത്ഥത്തിൽ മാധ്യമ ശ്രദ്ധ വലിയ രീതിയിൽ പിടിച്ചെടുക്കാത്തൊരു സാഹചര്യത്തിലാണ് കുറ്റവിചാരണ സദസ്സ് ഏകദേശം ദുർബലമായി പോയൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിധിയെഴുത്ത് നടക്കുന്നത്. സമരാഗ്നി തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മൾ വോട്ടർമാരെ സമീപിച്ചിരിക്കുന്നത്. അപ്പോഴുള്ള വിധിയെഴുത്ത് ഇതാണ്: പ്രതിപക്ഷത്തിന്റെ പ്രകടനം പോരാ. എങ്കിൽ സംസ്ഥാന സർക്കാർ നവകേരള സദസ്സിലൂടെ പല ജനങ്ങളോടും സംസാരിച്ച കാര്യങ്ങൾ കണ്ണൂരുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയണം. മുഖ്യമന്ത്രിയുടെ ഹോം ടർഫിൽ നവകേരള സദസ്സ് എത്രത്തോളം സ്വീകാര്യമായി? വേണ്ടിയിരുന്നോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ നവകേരളത്തിൽ എത്തിച്ചത് കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളിലാണ്. വലിയ സംഘാടനമായിരുന്നു. അത് ജനങ്ങളിലേക്ക് എത്തിയോ? നോക്കൂ, ആവശ്യമായിരുന്നുവെന്ന് താരതമ്യേന മെച്ചപ്പെട്ട നമ്പറാണ്. 26.3%. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരുപക്ഷെ 20-ൽ താഴെയാണെങ്കിൽ എങ്കിലും അത് തോൽവിയാണ്. ആവശ്യമായിരുന്നില്ല. 66.1. നോക്കൂ ബാലകൃഷ്ണൻ, ഇത് തമ്മിലൊരു കമ്പാരിസൺ ഉണ്ട്. നവകേരള സദസ്സ് മോശമായിരുന്നു എന്ന് പറയുന്നത് 66% ആളുകൾ. ഒപ്പം തന്നെ സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്തും ഏകദേശം സമാനമായ രീതിയിൽ മെച്ചപ്പെട്ട പ്രകടനമല്ല, മോശം പ്രകടനമാണ് പിണറായി വിജയനെന്ന് പറയുന്നതും ഏകദേശം സമാനമായ ആളുകൾ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ആന്റി ഇൻകംബൻസി ഉണ്ട്. ആന്റി ഇൻകംബൻസി വളരെ ശക്തമാണ്. കഴിഞ്ഞ 3 ചോദ്യങ്ങൾ വ്യക്തമാക്കുന്നത് പിണറായി സർക്കാരിനെതിരായിട്ട് കണ്ണൂരിൽ അതിശക്തമായ ഒരു വികാരം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അത് കെ സുധാകരന് അനുകൂലമാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പക്ഷേ സർക്കാരിനെതിരെയുള്ള വികാരമാണ്. ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അത് പാർട്ടിക്കെതിരെയുള്ള വികാരമല്ല, സർക്കാരിന്റെ പെർഫോമൻസിനെതിരെയുള്ള നയങ്ങൾക്കെതിരെയുള്ള വികാരമാണ്. പാർട്ടി വോട്ടുകൾ ചിതറിപ്പോകുന്ന ഒരു ഘട്ടത്തിലേക്കൊന്നും അത് കൊണ്ടുപോകാൻ 3 തരം ആന്റി ഇൻകംബൻസി കണ്ണൂരിനുണ്ട്. കണ്ണൂരുകാർ 3 തരത്തിൽ അസ്വസ്ഥരാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ അസ്വസ്ഥരാണ്, സംസ്ഥാന സർക്കാരിന്റെ പെർഫോമൻസിൽ അസ്വസ്ഥരാണ്, പ്രതിപക്ഷത്തിന്റെ പ്രകടനത്തിലും അസ്വസ്ഥരാണ്, നാലാമത്തത് എംപിയുടെ പ്രകടനത്തിലും അസ്വസ്ഥരാണ്. ഇതിൽ ഏത് അസ്വസ്ഥതയാണ് വോട്ടായി മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വിഷയങ്ങളിൽ അവരെടുക്കുന്ന തീരുമാനം നോക്കൂ, നവകേരള സദസ്സിലെ പ്രധാനപ്പെട്ട സർക്കാരിന്റെ വാദം ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാർ ഞങ്ങളെ ഞെരുക്കുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ പ്രസക്തമാണ്, അല്ലേ? തീർച്ചയായും. സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെ കാശില്ലാത്തതിന് കാരണം കേന്ദ്രമാണോ, അതോ പ്രതിപക്ഷം പറയുന്നത് പോലെ ഇവിടെ അഡ്വാൻറ്റേജ് കിട്ടുകയാണെങ്കിൽ അത് കെ സുധാകരന്റെ മെച്ചം? കാശില്ല കാരണം ആരാണ്, എന്താണ്? സംസ്ഥാന സർക്കാരിന്റെ പരാജയം എന്ന് 41.4% പറയുമ്പോൾ അത്ര മോശമല്ല. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണെന്ന് പറയുന്നവരുടെ എണ്ണം 35.4%. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ കണ്ണൂർ എന്ന് പറയുന്നത് പൊളിറ്റിക്കലാണ്. വളരെ പൊളിറ്റിക്കലായി കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ജനവിഭാഗമായിട്ട് തന്നെയാണ് കണ്ണൂരിനെ ഞാൻ മനസ്സിലാക്കുന്നത്, കണ്ണൂരിനെ ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വികാരം ഇങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോഴും LDF-നെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു മനോനില കാണാൻ കഴിയുന്നില്ല ചില ചോദ്യങ്ങളിലെങ്കിലും. അതായത് ഉണ്ണി ബാലകൃഷ്ണൻ, ഈ സർക്കാരിനെതിരെയുള്ള ഏറ്റവും ശക്തമായ ആന്റി ഇൻകംബൻസിയുടെ കാരണം സാമ്പത്തിക പ്രതിസന്ധി. അതെ, ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം എന്തെന്ന് വിശദീകരിക്കാനാണ് നവകേരള സദസ്സുമായി ഇറങ്ങിയത്. ആ നവകേരള സദസ്സിലെ പ്രധാനപ്പെട്ട വിശദീകരണത്തിന് ഏകദേശം 35% ജനങ്ങൾ അത് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇതിപ്പോ 14 മണ്ഡലങ്ങൾ നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു, അല്ലെ? ഇന്നിപ്പോ 2 മണ്ഡലങ്ങൾ കൂടി ആവുമ്പോൾ 16 മണ്ഡലങ്ങളാണ്. ഇത് 15ാമത്തെ മണ്ഡലമാണ്. ഈ 15ാമത്തെ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഞാൻ തുടർച്ചയായി കണ്ടിട്ടുള്ളൊരു കാര്യം, ഈ നവകേരള സദസ്സ് അതിന്റെ ലക്ഷ്യം കണ്ടില്ല എന്ന് പറയുന്നത് 75% മുകളിലായിരുന്നു പല മണ്ഡലങ്ങളും, അല്ലെ? അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കത്തിന്റെ കാരണം കേന്ദ്ര സർക്കാരാണ് എന്ന് മനസ്സിലാക്കുന്ന 50-60% മണ്ഡലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കൂ, സംസ്ഥാന സർക്കാരിന്റെ പരാജയം എന്ന് പറയുന്നത് 41ആണ്, കേന്ദ്രത്തിന്റെ പരാജയം എന്ന് പറയുന്നത് 35ആണ്. ഓൾമോസ്റ്റ് 6% വ്യത്യാസമേ ഉള്ളൂ. കണ്ണൂർ സംഭവിക്കാൻ പാടില്ല. പക്ഷേ അവിടെ നോക്കൂ, അവിടെ അപ്പോഴും അവര് ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനെ തള്ളിക്കളയുന്നത് 41%, 41 പേരെ 100 പേരെ എടുക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ പിടിപ്പുകേടാണ് എന്ന് പറയുന്നത് 41 പേര്. അപ്പുറത്ത് നിൽക്കുന്നത് എത്ര പേരാണ്? ഏതായാലും 60ഓളം പേര് അവിടെ നിൽക്കുന്നുണ്ട് അപ്പുറത്ത്. അതിനകത്ത് 35 പേര് മാത്രമാണ് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ് എന്ന് പറയുന്നത്. ബാക്കി എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ആ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. എത്രയും പെട്ടെന്ന് നമ്മൾ സാധാരണ രീതിയിൽ സംസ്ഥാന സർക്കാരിനെയാണല്ലോ പെട്ടെന്ന് റിലേറ്റ് ചെയ്യുക. പക്ഷേ ആ സംസ്ഥാന സർക്കാരിനെ റിലേറ്റ് ചെയ്യാതെ കേന്ദ്രമാണോ സംസ്ഥാനമാണോ എന്ന് ശങ്കിച്ചു നിൽക്കുന്നവരുണ്ട് 25%. അതാണ് അഡ്വാൻറ്റേജ്. സംസ്ഥാന സർക്കാരിനാണ് അഡ്വാൻറ്റേജ്, അതൊരിക്കലും കേന്ദ്ര സർക്കാരിന് പോകില്ല. കാരണം ക്ലിയർ കട്ട് മറുപടിയാണ് കേന്ദ്രത്തിൻ്റെതാണ്, കേന്ദ്രമാണ് സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് എന്ന് പറയാൻ ഒരാശങ്കയും ആവശ്യമില്ല. സംസ്ഥാനമാണ് ഇതിന് കാരണക്കാരെന്ന് പറയാനും ഒരാശങ്കയും ആവശ്യമില്ല.
പക്ഷേ ആശങ്കയുള്ള വിഭാഗം എപ്പോഴും സംസ്ഥാന സർക്കാരിന് അനുകൂലമായിരിക്കും. അവരൊരിക്കലും കേന്ദ്രത്തിന് ഒരു അനുകൂലമാകാൻ സാധ്യത കാര്യമുണ്ട്, വളരെ കുറവാണ്. അവർക്ക് സർക്കാർ ഇങ്ങനെ കണക്ക് മാറ്റി പറയുന്നത് ബോധ്യപ്പെടാത്തതുമാകാം. പല രണ്ട് കാരണങ്ങളുണ്ട് തരത്തിലാണല്ലോ കാരണം കോടികളുടെ കണക്ക് പറയുന്നത്. നോക്കൂ. കൃത്യമായ ഒരു കണക്ക് വയ്ക്കാൻ സംസ്ഥാന സർക്കാരിന് ഇതുവരെ നവകേരള സദസ്സിനോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളും ഈ കണക്കിനെ കുറിച്ച് പല തവണയായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേട് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം കൂടി ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഒരു കാരണമാണ്. പ്രധാനപ്പെട്ട കാരണം സംസ്ഥാന സർക്കാരാണെന്ന് പറയുന്നതിന് പകരം കേന്ദ്ര സർക്കാരിനോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ മിസ്മാനേജ്മെന്റും എന്നതാണ് പ്രതിപക്ഷം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 25% സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അവർക്ക് ഇതിലൊരു കണക്ക് ഒപ്പത്തിനൊപ്പമല്ല, സംസ്ഥാന സർക്കാരിനെതിരെയാണ് കൂടുതൽ വോട്ട് വന്നിരിക്കുന്നത്. അതെ, ഒരു 6% ഡിഫറൻസ് അല്ലേ? അതെ, പക്ഷേ അതെന്ന് പറയുന്നത് നമ്മൾ മുൻപുള്ള മണ്ഡലങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, കണ്ണൂരിന്റെ ഒരു പൊളിറ്റിക്കൽ നേച്ചറിൽ മുൻപുള്ള മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ വ്യത്യാസം എന്ന് പറയുന്നത് നോമിനലാണ്. റിലേറ്റീവ് റിലാക്സേഷൻ. അതെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം കൂടി നോക്കുമ്പോൾ നമുക്ക് അത് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആയുധമാക്കുന്നുണ്ടോ കേന്ദ്ര ഏജൻസികളെ? CBI, ED തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആയുധങ്ങളാക്കി മാറ്റുന്നുണ്ടോ എന്നതിനെ കണ്ണൂരിന്റെ പൊളിറ്റിക്കൽ മനസ്സ് എന്താണ് മറുപടി പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇവിടെ നമ്മൾ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ഉണ്ട് എന്ന് 37% പറയുന്നു, ഭൂരിപക്ഷമാണ്. അതെ, ഇല്ല എന്ന് പറയുന്നത് 30%, 29.5%. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. 33. അതായത് അറിയില്ല എന്ന് പറയുന്നത് അറിയില്ല എന്ന് പറയുന്ന അവരും കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ ഞാൻ പറയുന്നത് നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ മണ്ഡലങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്രകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ ഈ EDയും CBIയും വരുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായിരുന്നു? EDയും CBIയും വരുന്നത് അതായത് രാഷ്ട്രീയ എതിരാളികളെ തച്ചു തകർക്കാനാണെന്ന് കോൺഗ്രസും പറയുന്നു. അതെ, പക്ഷെ അതിനെ വിശ്വസിക്കാത്ത കൂടുതൽ മണ്ഡലങ്ങളിലും സുധാകരന്റെ നേതാവാരാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയാണല്ലോ EDക്കെതിരെ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുജയ, ഞാൻ പറഞ്ഞത് കറക്റ്റ്. സുജയ, ഇപ്പൊ നോക്കൂ, നമ്മൾ മറ്റു മണ്ഡലങ്ങൾ നോക്കുമ്പോൾ ഭൂരിഭാഗം മണ്ഡലങ്ങളിലെയും ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? EDയും CBIയും വരുന്നത് രാഷ്ട്രീയ പകപോക്കാനല്ല എന്നായിരുന്നു. പശ്ചാത്തലത്തിൽ അതെ, എന്നിട്ട് പോലും പറഞ്ഞിരുന്നു ഭൂരിഭാഗം മണ്ഡലങ്ങളിൽ പറഞ്ഞ എന്താ? EDയും CBIയും ഒന്നും കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നില്ല. പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പിണറായി ഈ പറയുന്നത് പോലെ വലിയ അഴിമതിക്കാരനാണ്, EDയും CBIയും വരുന്ന തട്ടിപ്പിനല്ല, എക്സാലോജിക്ക് മകളുടെ വിവാദം ഇതെല്ലാം കത്തി നിൽക്കുന്ന ഘട്ടം കൂടിയാണ്. അങ്ങനെ എന്ന് വെച്ചാൽ ഇതിനകത്തൊരു സൂചനയുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ. ഈ അറിയില്ല എന്നുള്ളത് ഈ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ നടത്തിയ കരുവന്നൂരിൽ വരുന്ന ED കൊള്ളാം, കണ്ടലയിൽ വരുന്ന ED കൊള്ളാം എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാക്കിയ ഒരു കൺഫ്യൂഷൻ. അതായത് കേരളത്തിന് പുറത്തുള്ള EDക്ക് രാഷ്ട്രീയമുണ്ട്, കേരളത്തിനുള്ളിലുള്ള EDക്ക് രാഷ്ട്രീയമില്ല. കേരളത്തിന് പുറത്തൊരു ED, കേരളത്തിനുള്ളിൽ ED എന്നതും ഒരുപക്ഷെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷെ അപ്പോഴും സുജയ, വളരെ പ്രധാനപ്പെട്ട കാര്യം, മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് EDയും CBIയും ഒക്കെ രാഷ്ട്രീയ ആയുധങ്ങളാണ് എന്ന പൊളിറ്റിക്കൽ ആർഗ്യുമെന്റിൽ വിശ്വസിക്കാനാണ് കണ്ണൂരിന് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ രൂപീകരിച്ച ഇന്ത്യ മുന്നണി ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ചോദ്യവുമായി കണ്ണൂരിലെ വോട്ടർമാർക്കിടയിലേക്ക് പോയത്. ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കുമോ, അതോ പ്രകടനം താരതമ്യേന അതേ നിലയിൽ തുടരുമോ, അതോ മോശമാകുമോ? അങ്ങനെയാണ് നമ്മൾ ചോദിച്ചത്. കപ്പൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കപ്പൽ ലക്ഷ്യത്തിലേക്ക് അടുക്കുമോ എന്ന ചോദ്യം നമ്മൾ ചോദിച്ചത്. ഈ കപ്പലിന് എന്ത് സംഭവിക്കും സാർ? അതിന്റെ കപ്പിത്താന്റെ കാര്യം നമ്മൾ കണ്ടു. കപ്പലിന് എന്ത് സംഭവിക്കും എന്നറിയാം. നോക്കൂ, ഇന്ത്യ പിടിക്കുമോ ഇന്ത്യ മുന്നണി? വലിയ നേട്ടമുണ്ടാക്കുമെന്ന് 7.2, മെച്ചപ്പെട്ട പ്രകടനം 32.1, രണ്ടും കൂടെ ഏകദേശം 40%. കണ്ണൂരിന് പ്രതീക്ഷയുണ്ട്. ഒരു മാറ്റവും ഉണ്ടാക്കില്ല, 52.2. അതും മോശമാവില്ല എന്നല്ല, മോശമാകുമെന്നല്ല, ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധ്യത. പക്ഷെ നോക്കൂ, മോശമാക്കും എന്ന് പറഞ്ഞത് 4.7%, വളരെ വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് പറഞ്ഞ് 2%. എന്ന് പറഞ്ഞാൽ നോക്കൂ, ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്നത് ഞാനൊരു പോസിറ്റീവ് സൈൻ ആയിട്ടാണ് എടുക്കുക. അതായത് ഇല്ലാത്തതിനേക്കാൾ ഭേദമാണുള്ളത്. കാരണം മറുഭാഗത്ത് നിങ്ങൾക്കുണ്ട്, മോശമാക്കുമെന്നുള്ളതല്ല ആൾക്കാരുടെ ഭൂരിപക്ഷം. ഉള്ളവരിൽ കൂടുതൽ പേർക്ക് പ്രതീക്ഷയുണ്ട്, അതിൽ കൂടുതൽ പേർക്ക് ഒരു മാറ്റവും ഉണ്ടാക്കില്ല. അതായത് ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ 2019 അതേ ഫലം തുടരുമെന്നും കണ്ണൂർ റീഡ് ചെയ്തതാകാം. വേറെ കാര്യം നോക്കൂ, ഇപ്പൊ 39.3% ആളുകൾ ഇന്ത്യ മുന്നണിയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ, ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണ് CPM, ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് കോൺഗ്രസും ഉള്ളത്. അത് ആർക്ക് ഗുണം ചെയ്യും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതൊരു എന്താ പറയാ, രണ്ട് മുഖമുള്ള ജീവിയെ. പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ല, നമ്പർ 1. നമ്പർ 2, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നവരെല്ലാം ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യസന്ധമായിട്ട് റെസ്പോൺസ് അല്ലേ നമ്മൾ പ്രതീക്ഷിക്കുക? നിങ്ങൾക്ക് അംബീഷ്യസ് ആവാം, വിഷ്ഫുൾ തോട്ടാവാം, ആഗ്രഹചിന്തയാവാം, പക്ഷെ കണ്ണൂരിന്റെ പൊളിറ്റിക്കൽ മനസ്സ് യാഥാർത്ഥ്യം പറയുന്നു. ഇത് വലിയ രീതിയിൽ വലിയ മാറ്റങ്ങളൊന്നും
മാറ്റമൊന്നും ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന കപ്പലാണ് എന്ന് തോന്നൽ കണ്ണൂരിനുള്ളത് കൊണ്ടുമാവാം. പക്ഷെ അതിന്റെ അർത്ഥം അവർ ഇന്ത്യ മുന്നണി പൂർണ്ണമായും പരാജയപ്പെടുമെന്ന അർത്ഥത്തിലാകണമെന്ന് വിചാരിക്കാൻ പറ്റില്ല. 40% ആളുകൾ ആ മുന്നണിയിൽ പ്രതീക്ഷയുണ്ട് വെച്ചു പുലർത്തുന്നു എന്ന് പറയുന്നത് ആഴക്കടലിൽ ആ കപ്പൽ നങ്കൂരമിട്ട് കിടക്കും, തീരത്തടുക്കില്ല. അല്ല, എങ്ങനെയായാലും നമ്മൾ അതിന്റെ ഒരു പ്രഡിക്ഷനിലേക്കില്ല. 39.5% ആളുകൾ ഒരു ചെറിയ വിഭാഗമല്ല, 40% ആളുകൾ അതിനെ കാണുന്നുണ്ട്. ഈ 40% വലുതാണ് സർ 52.2. ഇന്ത്യ മുന്നണി ഇല്ലാത്തതും തമ്മിൽ കണ്ണൂരിലെ വോട്ടർമാരെ സംബന്ധിച്ച് ഇല്ലാത്തതും ഉള്ളതും അതിൽ വലിയ മാറ്റം ഉണ്ടാക്കില്ല. വന്നത് എന്തിനാണ്? ഫോർ എ ചേഞ്ച്. ആളുകൾ പറയുന്നു നോ ചേഞ്ച്. അല്ല, പക്ഷെ എന്ന് പറയുന്നില്ല. എന്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ല. ഇന്ത്യ മുന്നണി നിലവിലുള്ളതിനേക്കാൾ സാഹചര്യം മോശമാക്കുമോ? മോശമാക്കില്ലേ? മോശമാക്കും എന്ന് പറയുന്നവർ കുറവാണ്, മോശമാക്കില്ല എന്ന് പറയുന്നവരാണ് കൂടുതൽ. ഒരു നിമിഷം, ഈ മാറ്റമുണ്ടാക്കില്ല എന്നുള്ളതിനെ മോശമാക്കും എന്നതായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല. സർ വേണ്ടത് ഇന്ത്യ മുന്നണി അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ മോശമാക്കുമോ അതോ മാറ്റമുണ്ടാക്കില്ലേ? മാറ്റമുണ്ടാക്കുമെന്ന് 40, മാറ്റമുണ്ടാക്കില്ല എന്ന് 17%. ഒരു മാറ്റവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഞാൻ ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ലോജിക് കൂടിയുണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു മണ്ഡലത്തിൽ എത്ര വോട്ടിംഗ് പെർസെന്റേജ് ഉണ്ടാകും? ഒരു 75 മുതൽ 80% വരെയൊക്കെയാണ് സാധാരണഗതിയിൽ പരമാവധി ഉണ്ടാവുക. 76ഒക്കെയാണ് കണ്ണൂരിന്റെ ഒരു കണക്കെന്ന് പറയുന്നത്. ഈ മാറ്റമുണ്ടാക്കും എന്ന് പറയുന്നത് നിർബന്ധമായും വോട്ട് ചെയ്യാൻ പോകുന്ന ആളാണ്. അയാൾ ഒരു പൊളിറ്റിക്കൽ വോട്ടറാണ്. അത് 40%. എൻടയർ പോളിംഗിൽ വരുമ്പോൾ 76%, 77% എങ്കിൽ ആ 40% തന്നെയാണ് മുൻതൂക്കം. ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്ന് പറയുന്ന ആളുകളിൽ ഭൂരിഭാഗം വോട്ട് ചെയ്യും. ഇനി ഒരു ആർഗ്യുമെന്റ് കൂടിയുണ്ട്. ഇതിൽ നഷ്ടമുണ്ടാക്കുമെന്ന് പറയുന്നത് ആരായിരിക്കും? ആലോചിച്ച് നോക്കൂ. സ്വാഭാവികമായി പ്രോ NDA ആയിരിക്കും, പ്രോ BJP ആയിരിക്കും. അത് വളരെ കുറവാണ്. ആ മണ്ഡലത്തിൽ 10-ൽ താഴെ കൃത്യമായ പൊളിറ്റിക്കൽ റിയാക്ഷൻ ആണ് ആ മണ്ഡലത്തിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ അരുണിന്റെയും ഉണ്ണി സാറിന്റെയും ആർഗ്യുമെന്റ് ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത്രയും പൊളിറ്റിക്കലി ലിറ്ററേറ്റ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി കറക്റ്റായ ആൻസേഴ്സ് കൊടുക്കുന്ന കണ്ണൂരിന്റെ വോട്ടർമാർ പിണറായി വിജയന്റെ സ്വന്തം ഹോം ടർഫിൽ നൽകുന്ന മറുപടി അടുത്ത ചോദ്യത്തിന് എന്താണെന്ന് നോക്കാം. അത് ഇന്ത്യ മുന്നണിക്കായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മൈ ടേക്ക് ഈസ് ദിസ്, BJPക്ക് ആയിരിക്കില്ല. കാരണം ഈ ചോദ്യത്തിന്റെ കോറിലേഷൻ ആണത്. ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ്. ഇന്ത്യ മുന്നണിയിൽപ്പെട്ടവർക്കായിരിക്കും കണ്ണൂർ വിധി എഴുതുക എന്ന കാര്യത്തിൽ മട്ടന്നൂരോ ധർമ്മടമോ, അതിലാണ് എനിക്ക് ആകാംക്ഷ. നോക്കാം. ചോദ്യം ഇതാണ്. ഇപ്പോൾ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ മട്ടന്നൂരിൽ നിന്നുള്ള MLA ആയ KK ശൈലജ വേണോ? ധർമ്മടത്തു നിന്നുള്ള MLA ആയ പിണറായി വിജയൻ വേണോ? ആരാകണം മുഖ്യമന്ത്രി? കണ്ണൂരിന്റെ മനസ്സ് പറയുന്നു 41.4% KK ശൈലജ ടീച്ചർ. വടകരയിൽ മത്സരിക്കാൻ പോകുന്ന KK ശൈലജ ടീച്ചറിനെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി കാണണമെന്ന് കണ്ണൂരുകാർ ആഗ്രഹിക്കുന്നുവെന്ന് പിണറായി വിജയന് കിട്ടിയിരിക്കുന്ന നോക്കൂ 13.4% മാത്രം. സെക്കൻഡാണ്, പക്ഷേ വളരെ പിന്നിലാണ് പിണറായി വിജയൻ. എന്ന് മാത്രമല്ല, VD സതീശനും പിണറായി വിജയനും തമ്മിൽ ചെറിയ അകലമേ ഉള്ളൂ. കെ സുധാകരനുണ്ട് 9.5%. കെ സുധാകരൻ 4ാം സ്ഥാനത്തുണ്ട്. പക്ഷേ കെ സുധാകരന്റെ ഭേദപ്പെട്ട പ്രകടനമാണ് ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചത്. കാരണം കെ സുധാകരനോടുള്ള ഒരു അംഗീകാരം ഉണ്ട് കേട്ടോ, ഒരു അനുകൂല മനസ്സ് അവിടെ കാണാം. കെ സുധാകരനെ നമ്മൾ ഈ പറയുന്ന 15 മണ്ഡലങ്ങളിലും കെ സുധാകരന്റെ പേരും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. ഏതാണ്ട് 10% ആളുകൾ കെ സുധാകരനെ കണ്ണൂരിലെ 10% ആളുകൾ കെ സുധാകരനെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു. ചെറിയൊരു കാര്യമില്ല. ഇന്നിപ്പോ വടകരയിലെ സ്ഥാനാർത്ഥിയായിട്ടാണ് KK ശൈലജയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ KK ശൈലജ വന്നിരുന്നെങ്കിലും ഈ കണക്ക് ആ അർത്ഥത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഐ ഓപ്പണർ ആയിരുന്നേനെ. ഈ 8-ാം തീയതി വരെയുള്ള ഈ സർവേക്കിടയിൽ KK ശൈലജ കണ്ണൂരോ വടകരയോ എന്നായിരുന്നു കേട്ടിരുന്നത്. വടകരയെന്ന് ഉറപ്പിച്ചിരുന്നില്ല. അതായത് മാത്രമല്ല, KK ശൈലജയ്ക്ക് കണ്ണൂരിൽ വലിയ സാധ്യതയുമുണ്ട് എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. അതെ, കെ സുധാകരനേക്കാൾ ഏകദേശം 3.5 മടങ്ങ് കൂടുതൽ ജനപ്രീതിയുണ്ട് KK ശൈലജയ്ക്ക് കണ്ണൂരിൽ. വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മണ്ഡലത്തിൽ KK ശൈലജ വേഴ്സസ് കെ സുധാകരൻ ആയിരുന്നെങ്കിൽ കണ്ണൂർ മണ്ഡലത്തിന്റെ സാധ്യത കൂടുമായിരുന്നു എന്നൊരു പൊളിറ്റിക്കൽ ട്രീഡ് കൂടി വേണമെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി ഡോക്ടർ അരുൺ ആമുഖമായി പറഞ്ഞ കാര്യം ഇവിടെ വളരെ പ്രസക്തമാണ്. പിണറായി വിജയൻ പ്ലസ് KK ശൈലജ നോക്കൂ എത്ര ശതമാനമാണ്? 50% പുറത്തു പോയിട്ടുണ്ട് അല്ലേ? 41+13 എന്നുള്ളത് 54% പോയിട്ടുണ്ട്. VD സതീശൻ 11.2, കെ സുധാകരൻ 9.5, സുരേഷ് ഗോപി 9.5. ഫസ്റ്റ് 5 ഉറപ്പിച്ചു. ഫസ്റ്റ് 5-ൽ സുരേഷ് ഗോപി കണ്ണൂരിലും ഉണ്ട്. കൺസിസ്റ്റന്റ് ആണ്. ഇക്കഴിഞ്ഞ 15 മണ്ഡലങ്ങളിലും കൺസിസ്റ്റന്റ് ആണ് സുരേഷ് ഗോപി. ശശി തരൂർ 7.2, രമേശ് ചെന്നിത്തല 2.5%, കെ സുരേന്ദ്രൻ
1.2%, KC വേണുഗോപാൽ 1.7. അതേസമയം എം വി ഗോവിന്ദന് 1.4%. അതെ. തളിപ്പറമ്പ് മണ്ഡലം ഈ പറയുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിനകത്താണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് എം വി ഗോവിന്ദൻ. എം വി ഗോവിന്ദന് കേവലം 1.4% മാത്രം. പക്ഷേ കെ ശൈലജ ടീച്ചർ പിണറായി വിജയൻ അല്ല, അതുണ്ട്. കൽപ്പിക്കുന്നുള്ളൂ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കഴിഞ്ഞുവെങ്കിൽ അതിലും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമ്മൾ ഈ വരും. അവസാന ചോദ്യം, അതെ, കണ്ണൂർ മണ്ഡലം ചുവക്കുമോ അതല്ല വീണ്ടും മൂവർണ്ണ കൊടി പിടിക്കുമോ എന്ന ചോദ്യത്തിലേക്കുള്ള സൂചനയിലേക്ക് വിജയസാധ്യതയാർക്ക് കണ്ണൂർ മണ്ഡലത്തിൽ? UDF-നോ LDF-നോ? കഴിഞ്ഞ തവണ UDF-നോടൊപ്പം നിന്ന മണ്ഡലം നോക്കൂ, അട്ടിമറിക്കുള്ള സാധ്യതയെന്ന കണക്കുകൾ പറയുന്നു. കണ്ണൂർ മണ്ഡലം LDF 45.9% വോട്ട് വിഹിതത്തിൽ കണ്ണൂരിൽ മേൽക്കൈയുണ്ട് LDF-ന്. UDF-നാവട്ടെ 40% മാത്രം. അതായത് 5.9% വ്യത്യാസം കണ്ണൂർ മണ്ഡലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ 50,000 വോട്ടിന്റെ വരെ ഭൂരിപക്ഷം വേണമെങ്കിൽ LDF-ന് ലഭിച്ചേക്കാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കെ സുധാകരൻ വീണ്ടും മത്സരിക്കുന്നുവെന്ന് പറഞ്ഞിട്ടില്ല. 8-ാം തീയതി വരെ അത് പറഞ്ഞിട്ടില്ല. ഇനി അത് പറഞ്ഞാൽ പോലും കെ സുധാകരന് നിലവിൽ ആന്റി ഇൻകുംബൻസി ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഗ്യാപ്പ് കുറയ്ക്കാൻ മാത്രമേ കഴിയൂ. ഈ ഗ്യാപ്പിനെ മറികടക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ 50% മുകളിൽ വോട്ട് നേടിയാണ് കെ സുധാകരൻ വിജയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നൽകുന്നത് 40% മാത്രമാണ്. അതായത് 10.7% കുറവ് വരാൻ പോകുന്നു UDF-ന്. അതാണ് ഒരു കാര്യം. 41%, 41.68% കഴിഞ്ഞ പ്രാവശ്യം LDF-ന്റെ വോട്ട് എന്ന് പറയുന്നത്. അത് 45% ഉയരാൻ, അതായത് +4.2 ആണ്. അപ്പം 10% വോട്ടിന്റെ കുറവ് UDF-ന് വരാൻ പോകുന്നു. 5% വോട്ടിന്റെ അധികം LDF-ന് വരാൻ പോകുന്നു. ഇവിടെ ഒരു ബ്ലാക്ക് ഹോഴ്സ് ഉണ്ട് കേട്ടോ. നേട്ടമുണ്ടാക്കാൻ പോകുന്ന വേറൊരു പാർട്ടി, അത് BJP-യുടെ പാർട്ടിയാണ്, BJP-യുടെ മുന്നണിയാണ്. നോക്കൂ, 13% BJP-ക്ക് കിട്ടാൻ പോകുന്നത്. 13.4%. കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു അറിയാവോ? 6.56. അപ്പൊ 7% വളർച്ച NDA ഉണ്ടാക്കുന്നു, BJP ഉണ്ടാക്കുന്നു. അതായത് 10% വോട്ട് UDF-ന് കുറയാൻ പോകുന്നു, 5% വോട്ട് LDF-ന് വർദ്ധിക്കാൻ പോകുന്നു, 7% വോട്ട് NDA വർദ്ധിപ്പിക്കാൻ പോകുന്നു. ചുരുക്കത്തിൽ 6% വോട്ടിന്റെ വ്യത്യാസത്തിൽ LDF വിജയിക്കാൻ പോകുന്നു എന്നാണ് നമ്മുടെ. അതായത് ഉണ്ണി ബാലകൃഷ്ണൻ, കേരളം ഒട്ടാകെ എടുത്തു നോക്കുമ്പോൾ BJP-ക്ക് ഒരു സ്ലൈറ്റ് ഗ്രോത്ത് കാണാൻ സാധിക്കും. ആ ഗ്രോത്ത് എന്ന് പറയുന്നത് അവരുടെ വോട്ട് വിഹിതം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അവർക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്, താങ്ക്സ് ടു മോദി ഗവൺമെന്റ് സെക്കൻഡ് ടൈം. അതിന് പല കാരണങ്ങളുണ്ടാവാം, പക്ഷെ അത് നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് അയോധ്യ ക്ഷേത്രമല്ല, അത് രാജ്യസുരക്ഷയല്ല, വെൽഫെയർ പൊളിറ്റിക്സോ ഡെവലപ്മെന്റോ ആകാം. മോദി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ക്ലീൻ പൊളിറ്റിക്കൽ ഇമേജ് എന്ന് പറയുന്ന ഒരു ആശയമാണ്. അഴിമതി ആരോപണങ്ങൾ, പോലെയുള്ള ആരോപണങ്ങൾ ചർച്ചയായതുപോലെ ഒരു അഴിമതി ആരോപണം ഉയരുന്നില്ല. അതായത് സെക്യുലറിസത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം വെൽഫെയറിസത്തിന് കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ വോട്ട് ബാങ്ക് ആയിട്ട് കേരളം മാറുന്നു. എന്ന് മാത്രവുമല്ല, നോക്കൂ, ഇപ്പം നമ്മൾ പറയും, ഒരു പേരിന് പറയുമായിരുന്നു ത്രികോണ മത്സരമാണ് കേരളത്തിൽ എന്ന് പറയുമായിരുന്നു. അത് പഞ്ചായത്ത് മുതൽ ത്രികോണ മത്സരമാണെന്ന് പറയുമെങ്കിൽ കൂടിയും ഈ ത്രികോണത്തിലെ മൂന്നാമത്തെ കക്ഷിയായിട്ടുള്ള NDA-ക്ക് വലിയ വെയിറ്റേജ് നമ്മൾ കൊടുത്തിരുന്നില്ല. പക്ഷേ 2014, 2019, 2024 വരുമ്പോൾ വളരെ കൃത്യമായ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നു. ആഫ്റ്റർ മോഡി വളരെ കൃത്യമായ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നു. എല്ലാ മണ്ഡലങ്ങളിലും ഡബിൾ ഡിജിറ്റിലേക്ക് അവരുടെ പെർസെന്റേജ് ഓഫ് വോട്ട്സ് വികസിക്കുന്നു. അവിടെ ഒരു കാര്യം കൂടി ഉണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ, വളരെ കെയർഫുള്ളി നമ്മൾ അതിനെ ഡീകോഡ് ചെയ്യുമ്പോൾ 2014 മുതലുള്ള വളർച്ചയാണ്. 2019 എക്സെപ്ഷണൽ കേസാണ്. അവിടെ 2019 വളരുമായിരുന്ന BJP-യെ തളർത്തിയത് ശബരിമലയാണ്. ആ ശബരിമലയിലെ വോട്ടുകളാണ് UDF-ലേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞാൽ 10 വർഷത്തിന്റെ വളർച്ച പ്രതിഫലിക്കുന്നത് ഇപ്പോഴാണ്. 2014 വളർച്ച കൃത്യമായി പ്രതിഫലിക്കുകയാണ്. 10 വർഷം കൊണ്ട് പക്ഷേ 7% വർധനമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ പോലും ഒരു സ്ട്രോങ് ട്രയാങ്കുലർ ഫൈറ്റിലേക്ക് കാര്യങ്ങൾ വരുന്നു. കേരളത്തിന്റെ പൊളിറ്റിക്കൽ മാപ്പിൽ ഒരു സ്ട്രോങ് ട്രയാങ്കുലർ ഫൈറ്റ് വരുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മാത്രമല്ല, അത് ഡിസിസീവ് ആകും. ഏത് മുന്നണിയെ വേണമെങ്കിലും ബാധിക്കാവുന്ന തരത്തിൽ ഇവരുടെ പ്രസൻസ്. അതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ സാനിയിലേക്ക് പോകുന്നതിന് മുമ്പ്, സാനിയോ, കെ സുധാകരൻ സ്ഥാനാർത്ഥിയായി വരും എന്ന് അറിയുന്നതിന് മുമ്പാണ് നമ്മൾ ഈ സർവേ നടത്തിയത്. അതുകൊണ്ട് തന്നെ 5% വ്യത്യാസം, അവിടെ ശൈലജ ടീച്ചറുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നൊക്കെയുള്ള ചില വാർത്തകൾ ഉണ്ടായിരുന്നു. ആ സാന്നിധ്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ വോട്ടർമാരെ സമീപിക്കുന്നത് സർവേക്കായി. കെ ശൈലജയെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന മണ്ഡലമാണ് കണ്ണൂർ എന്നുള്ളത് സർവേയിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും UDF-നേക്കാൾ LDF-ന് മുൻതൂക്കം കൽപ്പിച്ചത് ഈ കാരണങ്ങളാൽ കൂടിയാവാം. പക്ഷേ കെ സുധാകരൻ കൂടി എത്തുമ്പോൾ ഇപ്പോഴുള്ള നിലവിലുള്ള 5% വ്യത്യാസം കുറയ്ക്കുമോ അതല്ല അതിനെ മറികടക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കണ്ണൂരിൽ ഇപ്പോൾ കെ ശൈലജ അല്ല മത്സരിക്കുന്നത്, MV ജയരാജൻ. അതായത്
രൂപീകരിച്ചത് മുതൽ ഇങ്ങോട്ട് 17 തവണ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ 11 തവണയും UDF-നൊപ്പം മാത്രം നിന്ന ഒരു മണ്ഡലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും UDF-ന്റെ നല്ല ശക്തമായ ഒരു മണ്ഡലം കൂടിയാണ് കണ്ണൂർ മണ്ഡലം എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ LDF-ന് അടിയുറച്ച നല്ല അടിയോട്ടം വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കണ്ണൂർ മണ്ഡലം എന്ന കാര്യത്തിലും സംശയമില്ല. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് LDF ആണ് എന്നതാണ് അതിന് കാരണമായി ഞാൻ പറയുക. പക്ഷേ നമ്മുടെ ഈ സർവേ നടത്തുന്ന സമയത്ത് സ്വാഭാവികമായും ആ സമയത്ത് ശൈല ടീച്ചർ ആയിരുന്നു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിരുന്നു. സുധാകരൻ മത്സരിക്കുന്നില്ല എന്നൊരു ഊഹമുണ്ടായിരുന്നു. ഇതൊക്കെ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സിറ്റിംഗ് MP-മാർ തന്നെ മത്സരിക്കട്ടെ എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നു. അങ്ങനെയെങ്കിൽ 8-ാം തീയതി പ്രഖ്യാപനം വരുമ്പോൾ അത് സുധാകരൻ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല അവിടെ MV ജയരാജൻ മത്സരിപ്പിക്കാനാണ് CPM-ന്റെ ധാരണയായിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് ആരോടൊപ്പം നിൽക്കും? അതായത് കഴിഞ്ഞ തവണ 2019-ൽ 50%-ലധികം 51% വോട്ട് നേടി വിജയിച്ച സ്ഥാനാർത്ഥിയാണ് കെ സുധാകരൻ. പക്ഷേ ഇപ്പോൾ നമ്മുടെ സർവേയിൽ 5%-ന്റെ കുറവ് കാണിക്കുന്നുണ്ടെങ്കിലും അത് ആർക്ക് അനുകൂലമാകും എന്ന് തീർച്ചയായും അവിടെ നോക്കേണ്ട കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ അവിടെയുള്ള MV ജയരാജന്റെ ഒരു സാധ്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അവിടെ ജനകീയനായ ഒരു നേതാവായി വന്നയാളാണ്. MLA ആയിരുന്നു. മാത്രമല്ല ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറിമാർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു മുഖത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സൗമ്യനായ മുഖം എന്ന നിലയ്ക്ക് MV ജയരാജന് ആ ഒരു സാധ്യത കൂടി അവിടെ കാണേണ്ടതുണ്ട്. പക്ഷേ കരുത്തനായ കെ സുധാകരൻ തന്നെയാണ് അവിടെ വീണ്ടും മത്സരിക്കുന്നതെങ്കിൽ കരുത്തനായ ഒരു പോരാട്ടം, നല്ല കരുത്തുറ്റ ഒരു പോരാട്ടം തന്നെ നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല അവിടെ 2014-ലും PK ശ്രീമതി ടീച്ചറുടെ ഭൂരിപക്ഷം, ഇതൊക്കെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഏതായാലും 2024-ലെ ഈ തെരഞ്ഞെടുപ്പിൽ MV ജയരാജനും കെ സുധാകരനുമാണ് മത്സരിക്കുക എങ്കിൽ ആർക്കൊപ്പമാണ് മണ്ഡലം നിൽക്കുക എന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ഇവിടെ ഈ UDF-ഉം LDF-ഉം തമ്മിലുള്ള വ്യത്യാസം വരാൻ പോകുന്നത് 6%ആണല്ലോ. 5.9 എന്ന് പറയുമ്പോൾ നമുക്ക് 6%ആയിട്ട് കൂട്ടാം. 7% വോട്ട് BJP-ക്ക് അവിടെ വർദ്ധിക്കുന്നു. അവരുടെ വോട്ട് 13%ആയിട്ട് വർദ്ധിക്കുന്നു. എന്തുകൊണ്ടാണ് ആ വളർച്ച എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു കാര്യം പറയാം. അതായത് കെ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് BJP-യുടെ ഈ വോട്ട് വർദ്ധിക്കുന്നത്. അതിനൊരു കാരണം എന്താ അറിയോ? കെ സുധാകരൻ അവിടെ എപ്പോഴും BJP വോട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്, പ്രോ ഹിന്ദു വോട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ഈ BJP ഈ 2024-ലെ 13%-ലേക്ക് എത്തുമോ എന്നുള്ളത് സുധാകരന്റെ വിജയത്തെ നിർണ്ണയിക്കാൻ പോകുന്ന, വിജയ പരാജയത്തെ നിർണ്ണയിക്കാൻ പോകുന്ന പ്രധാനമായ ഘടകമായി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാലിഡ് പോയിന്റ് ആണ്. നമ്മളത് റീഡ് ചെയ്യാൻ മറന്നുപോയി, സൂചിപ്പിച്ച് നന്നായി. 7% വർധനമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ 7% സുധാകരൻ വരുമ്പോൾ സുധാകരന്റെ പക്ഷത്തേക്ക് വന്നാൽ ഈ പറയുന്ന 5%-നുള്ളിൽ 2% ആയിട്ട് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ വിജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു പക്ഷേ 2 to 3% മാർജിൻ നിലവിലുള്ള സാഹചര്യത്തിൽ MV ജയരാജനാണെങ്കിൽ പോലും 2 to 3% ആയിരിക്കും. പക്ഷേ ഓൺ ദ കണ്ടീഷൻ എന്താണ്? BJP 2019-ലെ വോട്ടിലേക്ക് തിരിച്ചു പോകണം. പക്ഷേ അത് BJP-യുടെ സ്ഥാനാർത്ഥിയെ ആശ്രയിച്ചിരിക്കും. അതെ, BJP സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം CK പത്മനാഭൻ കണ്ണൂരിന്റെ മുഖമാണ്. BJP-യുടെ നല്ല സ്ട്രോങ് ആയ സ്ഥാനാർത്ഥിയാണ്, അതിനകത്തൊന്നും തർക്കമില്ല. അതേപോലെ സ്ഥാനാർത്ഥിയൊക്കെ തന്നെയായിരിക്കും BJP കണ്ണൂരിൽ ഇറക്കുക. കണ്ണൂർ അവിടെ ഒരു പ്രസ്റ്റീജിയസ് മണ്ഡലമായതുകൊണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഈ പറയുന്ന BJP-യുടെ വോട്ട് മാനേജ് ചെയ്യുന്നതിനകത്തൊരു ബുദ്ധിയും തന്ത്രവും കൗശലവും ഒക്കെ അത് പ്രതികരണങ്ങളിലുമുണ്ട്. അപ്പം ഞാൻ ഈ കാണുന്നത് ഈ 6-ൽ നിന്ന് 13-ലേക്ക് BJP വളരുകയാണെങ്കിൽ നിസ്സംശയം അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വിജയിക്കും. ഒരു കാര്യം കൂടി ഞാൻ പറയാം, കെ സുധാകരൻ അല്ലാതെ മറ്റേത് സ്ഥാനാർത്ഥി അത് മാനേജ് ചെയ്യാനും കഴിയില്ല. അപ്പൊ കെ സുധാകരൻ തന്നെയാണ്. ഇത് നമ്മൾ പരിപാടി പറയുമ്പോൾ കെ സുധാകരനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഈ ഫലങ്ങൾ വരുന്ന സമയത്ത് സുധാകരനാണെങ്കിൽ മാത്രമേ കണ്ണൂരിൽ സാധ്യതയുള്ളൂ. അതാണ് കെ സുധാകരനാണെങ്കിൽ മാത്രമേ സാധ്യതയുള്ളൂ. അത് തന്നെ വളരെ വലിയ ഫൈറ്റ് ആയിരിക്കും. വലിയ ഫൈറ്റിൽ സാധ്യത ഉണ്ടെങ്കിൽ പോലും 2%-ന്റേതായിരിക്കും. ഇനി കെ സുധാകരൻ അല്ലെങ്കിൽ കുറിച്ചു വെച്ചോളൂ 5%-ന്റെ പരാജയം UDF-ന് മുന്നിലുണ്ട്. അത് സുധാകരനും പാർട്ടിയും തിരിച്ചറിഞ്ഞ് തിരുത്തുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ. എനിക്ക് തോന്നുന്നു ആ തിരിച്ചറിവിലേക്ക് അവർ എത്തുന്നുണ്ട് എന്ന് തോന്നുന്നു. ജയന്ത് ആ അർത്ഥത്തിൽ വളരെ മറ്റെല്ലാ ഗുണങ്ങളും ജയന്തിനുണ്ടെങ്കിലും ആ രീതിയിൽ MV ജയരാജനോടൊപ്പം പോരാടി ഈ 7% സ്വന്തമാക്കാനുള്ള കരുത്ത് ജയന്തിനില്ല. കാരണം AICC ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുത്തരുത് എന്ന് കേരളത്തിലെ നേതാക്കൾക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞതാണ്. അതുകൊണ്ടായിരിക്കാം പക്ഷേ കെ സുധാകരൻ അവസാനം ഇത് തിരിച്ചറിയുന്നത്. തീർച്ചയായും.